കാർവാർ MLA സതീഷ് സൈനിയാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരിക്കൽ കൂടി ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. അതായത് മൃതദേഹ ഭാഗങ്ങൾ വാഹനത്തിനകത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. DNA ടെസ്റ്റ് എന്നുള്ളത് അത് കുടുംബത്തിന്റെ കൂടി ഒരു കാര്യങ്ങൾ പരിഗണിച്ച ശേഷം SP എടുക്കുന്ന കോളായിരിക്കും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. SP ആണ് ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനാണ് ചുമതല പോലുമുള്ളത്. അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഇതിൽ DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ SP M. നാരായണ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡ്രഡ്ജറിനകത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷമായിരിക്കും ഈ അർജുൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഈ ഒരു ദൗത്യം ഇവിടെ തുടരുമെന്നുള്ളതാണ്. ദൗത്യം തുടരുമെന്ന് വെച്ചാൽ ഈ ലോകേഷിനെയും ജഗന്നാഥനെയും കൂടി കണ്ടെത്താനുണ്ട്. കേവലം അർജുൻ എന്നുള്ളതിലേക്ക് മാത്രമല്ല, 3 മനുഷ്യരെ ആണ് നമുക്കിവിടെ വീണ്ടും കാണാൻ കഴിയാതെ പോയിരുന്നത്. അതിലിപ്പോൾ അർജുനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ലോകേഷും ജഗന്നാഥനും എവിടെ എന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമായിട്ടില്ല. കുടുംബവും സമാനമായ രീതിയിൽ അർജുൻ്റെ കുടുംബം എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. അവരെ കൂടി കണ്ടെത്തുന്നത് വരെ ദൗത്യം തുടരുമെന്നുള്ളതാണ് MLA സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി ദൗത്യം തുടരും, ദൗത്യം മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടവും MLA സതീഷ് സൈനിയും അടക്കമുള്ള ആളുകൾ എത്തുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും നാൾ വളരെ നിരാശയോടുകൂടി സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇന്നലെ വൈകിട്ട് ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ വാഹനം കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അടുത്ത നീക്കം എന്താണ്? ഇനിയിപ്പോൾ ഈ വാഹനം അതിൽ ഇപ്പോൾ ടൈ ചെയ്തിട്ടിരിക്കുകയാണല്ലോ, അത് കരയിലേക്ക് തള്ളി എത്തിക്കാനുള്ള ഒരു നീക്കമാണോ അവിടെ നടക്കുന്നത്? നിലവിൽ ഈ ഒരു ലോറി കരയിലേക്ക് എത്തിക്കുന്നതിൻ്റെ നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനുശേഷമായിരിക്കും മൃതദേഹ ഭാഗങ്ങൾ അടങ്ങിയ ഒരു മൃതദേഹ ഭാഗങ്ങൾ മാറ്റിയിട്ടുള്ള ടാർപോളിൻ ഷീറ്റ് ഉൾപ്പെടെ വഹിച്ച് ഇവിടെ നിന്നും ആംബുലൻസ് അങ്കോലയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ SP വരുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. SP M. നാരായണ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. വാഹനം അല്പസമയത്തിനകം തന്നെ കരയിലേക്ക് അടുപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മാത്രമായിരിക്കും മൃതദേഹം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുക. തുടർന്ന് ഈ അർജുൻ്റെ ബന്ധുക്കൾ നടത്തുന്ന നീക്കം, അവർ നൽകുന്ന ഇൻഫർമേഷൻ അനുസരിച്ചായിരിക്കും ആവശ്യമെങ്കിൽ DNA എന്നുള്ള. SP നാരായണനെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. SP കൂടി ഡ്രഡ്ജറിലേക്ക് എത്തുകയാണ്. ദീപക്, ഇപ്പോൾ SPയും പോലീസ് സംഘവും ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക് എത്തുകയാണ്. ഇനി ദേഹഭാഗങ്ങൾ DNA പരിശോധന നടത്തി വേണോ വിട്ടുകൊടുക്കാൻ എന്നതിലടക്കം തീരുമാനമെടുക്കേണ്ടത് SP അടങ്ങുന്ന സംഘമാണ്. ഇപ്പോൾ SP നാരായണയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. SP നാരായണ ഇപ്പോൾ ബോട്ടിൽ നിന്ന് ഡ്രഡ്ജറിലേക്ക് കടക്കുകയാണ്. ദീപക്, തുടരാം. SP ഡ്രഡ്ജറിലെത്തി. സുജയ, അതായത് SP എത്തിക്കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിനാണ് ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട ചുമതല നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മിഷൻ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ചുമതല ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനാണ്. ഇനിയിപ്പോൾ ഈ വാഹനം മുകൾ തട്ടിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അത് എത്തിക്കഴിഞ്ഞാൽ, അതായത് വാഹനം മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിശോധനകൾ സാധ്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അത്തരം പരിശോധനകളിലേക്ക് പോകുന്നത്, അത്തരം പരിശോധനകളിലേക്ക് കടക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു ദൗത്യം അതിൻ്റെ 71ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാകുന്നു, അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാകുന്നു എന്നതിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ള 2 മനുഷ്യരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യവും കൂടി പറയാതിരിക്കാൻ കഴിയില്ല. ലോകേഷും ജഗന്നാഥനെയും അത്തരത്തിൽ കണ്ടെത്തുന്നതുവരെ ആ കുടുംബം അനുഭവിക്കുന്ന വേദന, അത് അർജുൻ്റെ അമ്മയും അർജുൻ്റെ ബന്ധുക്കളുമൊക്കെ അനുഭവിക്കുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാനും സാധിക്കുകയില്ല. എന്തായാലും ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളല്ലാത്ത കൂടുതലായി ഈ ഒരു മേഖലയിൽ ഉള്ള ആളുകളൊക്കെ ഇവിടേക്ക് തടിച്ചു കൂടുന്നു. അവർക്ക് വാഹനം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നു. അത്തരം കാഴ്ചകളൊക്കെ കൂടി ഈ ഒരു മേഖലയിൽ നിന്ന് കാണുന്നു എന്നുള്ളത് കൂടി പറയേണ്ടി വരും. എന്തായാലും
ഈ ഒരു വാഹനം കണ്ടെത്തുക, അത് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുക, അതിനിപ്പോൾ പുറത്തേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ള നടപടിയിലേക്ക് കടക്കുകയുമാണ്. നേരത്തെ തന്നെ ലോറി ഉടമ നടത്തിയ പ്രതികരണം പോലും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കണ്ടതാണ്. അർജുനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആ വാഹനം ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ പോലും പ്രശ്നമില്ല എന്ന തരത്തിൽ പോലും പ്രതികരണങ്ങൾ നടത്തുന്നു. നേരത്തെയും പലവിധത്തിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇത്തരത്തിൽ വലിയ സമരങ്ങൾ നടത്തി അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം ലോറി ഉടമയ്ക്ക് നേരെ പോലും ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു സഹോദരനെ പോലെ കണ്ടിട്ടുള്ളതാണ് എന്നതാണ് അദ്ദേഹം നൽകിയിരുന്ന പ്രതികരണം. ആ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്നുകൂടി പറയേണ്ടിയും വരും. എന്തായാലും ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഏറെ വേദന നൽകുന്ന കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അർജുൻ ജീവനോടെ മടങ്ങിയെത്തുന്ന ദിനം എന്നുള്ള നിലയിലായിരുന്നു ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഓരോ ഘട്ടത്തിലും പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ ദൗത്യത്തെ ബാധിച്ചപ്പോഴൊക്കെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴുമുള്ള ചോദ്യം എന്ന് പറയുന്നത് പോലീസ് നമ്മൾ ഓരോ ഘട്ടത്തിലും ആ ദൗത്യം വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇനി എങ്ങനെയാണ് ആ വാഹനം കണ്ടെത്തുന്നതിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിയുക എന്നുള്ള ചോദ്യത്തിലേക്ക് മാറേണ്ട സ്ഥിതിവിശേഷം വന്നു. ആ കുടുംബം പോലും ആ ഒരു കാര്യങ്ങൾ കൃത്യമായി അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഒടുവിൽ ആ വിയോഗം അത് അനിവാര്യത എന്നുള്ള നിലയിൽ തന്നെ അവർ അത് മനസ്സിൽ ഉൾക്കൊള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിയതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് ഈ 71-ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത്രത്തോളം വേദനയിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നെഞ്ചുപൊട്ടിയല്ലാതെ ആ കുടുംബത്തിന് ഈ കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാനോ കഴിയില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ആദ്യ ഭാഗം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ആ പെയിൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വെള്ള പെയിൻറ്റിൻ്റെ ആ ഭാഗം ഉയർന്നു വരുമ്പോൾ തന്നെ ജിതിനെ ഞാനിവിടെ കാണുന്നുണ്ടായിരുന്നു. ജിതിന് അർജുൻ്റെ സഹോദരി ഭർത്താവ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു മേഖല വിട്ടുപോകാതെ ഈ ഒരു ദൗത്യവും കാര്യങ്ങളുമായി ഏകോപിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ജിതിൻ വിങ്ങി പൊട്ടുകയായിരുന്നു. അയാളെ സംബന്ധിച്ച് ഇത്രയും നാൾ നടത്തിയ നീണ്ട പോരാട്ടം എന്ന കണക്കിന് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അർജുൻ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് ഇത്രയും നാൾ എടുത്തു തൻ്റെ സഹോദരനെ കണ്ടെത്താൻ എന്ന നിലയിലേക്ക് മാനസികാവസ്ഥ പോകുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വളരെ പാകപ്പെട്ട മനസ്സുമായി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. അത് ആ നിലയ്ക്ക് മാത്രമേ ഒരു മനുഷ്യ ജീവിക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് ഷിരൂരിൽ ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഈ ഭാരത് ബൻസിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ കാര്യങ്ങൾ മാറി മറയുന്നു എന്നുള്ളത് കൂടി പറയേണ്ടിയും വരും. ആദ്യഘട്ടത്തിൽ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗങ്ങൾ, അത് ഫ്രണ്ട് വീലും അതിൻ്റെ ആക്സിലും ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി അതിലേക്ക് നോക്കി നിന്നവരാണ് നമ്മളെല്ലാവരും. ലോറി ഉടമയുൾപ്പെടെയുള്ള ആളുകൾ അത് ഒരു ഘട്ടത്തിൽ തൻ്റെ വാഹനത്തിൻ്റെതാണോ എന്ന സംശയത്തിലേക്ക് മുന്നേറിയുമ്പോൾ നമ്മളും ആ നിലയ്ക്ക് തന്നെ ആ കാര്യങ്ങളെ നോക്കി നിന്നിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ സ്ഥിരീകരണം ആ കാര്യത്തിൽ വരികയും ചെയ്തു. അതിനുശേഷമാണ് വാഹനത്തിൻ്റെ പിറകുവശത്തെ ബമ്പർ എന്നുള്ള നിലയിലേക്ക് ഒരു ഇരുമ്പ് ഭാഗം കിട്ടുന്നത്. പക്ഷേ ആ കാര്യത്തിലും പിന്നീട് നിരാശ മാത്രമായി ഫലമെന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ വലിയ രീതിയിൽ ഓരോ ഘട്ടങ്ങളിലും പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോഴൊക്കെ തന്നെ ആ പ്രതീക്ഷകളെല്ലാം വലിയ തരത്തിൽ അവസാനിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷകൾക്ക് മേലേക്ക് ദീപക് മലയമ്മ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ലക്ഷ്മണന്റെ ധാബയിരുന്ന ഭാഗത്ത് താഴേക്ക് മണ്ണ് വെട്ടിയിട്ടിരുന്ന ഭാഗത്തേക്ക് ആ ഡ്രഡ്ജർ ഇപ്പോൾ ആ ലോറി ഉയർത്തിയത് അവിടേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുള്ള വഴിയൊരുക്കുകയാണ്. SP ഡ്രഡ്ജറിലെത്തി ആ തീരുമാനം എടുത്തിരിക്കുന്നു.